ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലും അതിന്റെ പ്രതിഫലനങ്ങളും രാജ്യത്തെ ഏതൊരു സാധാരണക്കാരനെയും ആശങ്കയിലാക്കുന്നതാണ്. സെബി മേധാവി മാധവി ബുച്ചിന്റെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടാൻ വെല്ലുവിളിച്ച് ഹിൻഡൻബർഗ് ഇന്നും രംഗത്തെത്തി. മാധവി ബുച്ചിനെതിരെയുള്ള ആരോപണം ഗുരുതരമാണെന്നും സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അതേസമയം രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രണമാണ് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ എന്നാണ് BJPയുടെ കുറ്റപ്പെടുത്തൽ. സിംഗപ്പൂരിൽ കഴിയുന്ന സ്വകാര്യ വ്യക്തികൾ എന്ന നിലയിലാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും വാദം. ഈ നിലപാടിനെ മുൻനിർത്തിയാണ് ഹിൻഡൻബർഗിന്റെ വെല്ലുവിളി. വിനോദ് അദാനിയുടെ പണത്തിനൊപ്പം ബെർമുഡ, മൗറീഷ്യസ് ഫണ്ട് ഘടനയിലെ നിക്ഷേപത്തെപ്പറ്റി പരസ്യമായി സ്ഥിരീകരിക്കുന്നതാണ് മാധവിയുടെ പ്രതികരണമെന്നാണ് ഹിൻഡൻബർഗ് നിലപാട്. സെബിയുടെ മുഴുവൻ സമയ അംഗമായി സേവനമനുഷ്ഠിക്കുമ്പോൾ ഭർത്താവിന്റെ പേരിൽ ബിസിനസ് ചെയ്യാൻ മാധവി സ്വകാര്യ ഇമെയിൽ ഉപയോഗിച്ചു. സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിലേതടക്കം ഉപഭോക്താക്കളുടെ മുഴുവൻ പട്ടികയും ഇടപാടുകളുടെ വിശദാംശങ്ങളും പരസ്യമാക്കാൻ സാധിക്കുമോ എന്നാണ് ഹിൻഡൻബർഗ് ചോദ്യം. പൊതുവായതും സുതാര്യമായതുമായ അന്വേഷണത്തിന് മാധവി ബുച്ചിൻ തയ്യാറാകണമെന്നും ഹിൻഡൻബർഗ് നിർദ്ദേശിക്കുന്നു. മാധവി ബുച്ചിന് എതിരായ നിലപാട് കോൺഗ്രസ് ഇന്നും കടുപ്പിച്ചു. സെബി അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴും അവർ തുടരുന്നത് അവിശ്വസനീയമാണെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ട സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. ഇപ്പോഴത്തെ വിവാദങ്ങൾ നിക്ഷിപ്ത താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നാണ് വിഷയത്തിലെ BJPയുടെ നിലപാട്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പരിക്കേൽപ്പിക്കുക എന്നതാണ് ആധികാരികതയില്ലാത്ത വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനമെന്ന് BJP കുറ്റപ്പെടുത്തി. तो जो हिंडनबर्ग एंटी इंडिया का फ्रंट बना हुआ है उसकी रिपोर्ट को लेकर कांग्रेस पार्टी हल्ला करती है, तो कांग्रेस पार्टी को हम देश में एक्सपोज करेंगे कि जान करके भारत में आर्थिक अराजकता लाने के लिए कांग्रेस पार्टी पड़ी हुई है. ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനത്തിന്റെ സുതാര്യമായ പ്രവർത്തനത്തെക്കുറിച്ച് ഗൗരവകരമായ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഹിൻഡൻബർഗിനെതിരെയുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ. മറുനാടൻ നിക്ഷേപവും ഇടപാടുകളും കടലാസ് കമ്പനികളും ഒരുപോലെ സങ്കീർണവും ദുരൂഹവുമാണെന്ന് വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നു. മാധവി ബുച്ചിന്റെ വ്യക്തി താൽപര്യങ്ങളും സെബിയുടെ അധ്യക്ഷയെന്ന നിലയിലുള്ള നിയന്ത്രണ ചുമതലയും പൊരുത്തപ്പെടുന്നതല്ല എന്ന ആരോപണം കേന്ദ്ര സർക്കാരിനും വലിയ വെല്ലുവിളി സമ്മാനിക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ ചില സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും പൊതുതാൽപര്യ ഹർജി നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വാദങ്ങളും പ്രതിവാദങ്ങളും ശക്തമാകുമ്പോൾ ഈ മേഖലയിലെ നിക്ഷേപം നടത്തിയ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആശങ്കകൾ അത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൻ്റെ തുടർചലനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് മേഖലയിൽ വരും ദിവസങ്ങളിലും വലിയ ചലനങ്ങളാകും സൃഷ്ടിക്കുക. മാധവി ബുച്ചിൻ താൻ പ്രഖ്യാപിച്ച നിയമ നടപടികൾ അടുത്ത ദിവസം യാഥാർത്ഥ്യമാകുമെന്ന് പ്രതികരിച്ചിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ, 24. പൊതുജനം കഴുതയല്ല.